ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ മോര് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മോര് കറി ഉണ്ടെങ്കിൽ ഊണിന് വേറെ കറികളുടെ ആവശ്യമില്ല. കാരണം നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ മോര് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മോര് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചു മാത്രം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉലുവ പൊടിച്ചത്, പിന്നെ ഉടച്ചെടുത്ത തൈര്. ആദ്യം ഒരു മിക്സിയിൽ തൈര് പൊട്ടിച്ചൊഴിച്ച ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. തൈര് സ്പൂൺ ഉപയോഗിച്ച് കുറച്ചു നേരം കലക്കി കട്ടയില്ലാതെ എടുത്താലും മതിയാകും. ഇനി നമുക്ക് മോര് കറി തയ്യാറാക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ ശേഷം മാത്രം 1/4 സ്പൂൺ കടുകെടുത്ത് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ബേബി സ്പൂൺ മുളക് പൊടി, 1 ബേബി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി ചൂടായി വന്ന ശേഷം അടിച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ് എപ്പോഴും മോര് കറിക്ക് നല്ലത്. തൈര് ചേർത്ത് കൊടുത്താൽ തിളയ്ക്കാൻ പാടില്ല. തീ ലോ ഫ്ലെയിമിൽ വച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ മോര് കറി റെഡി. ഈ ഓണക്കാലത്ത് സദ്യയ്ക്ക് ഒഴിക്കാൻ പറ്റിയ നല്ല മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മോര് കറി ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടമാകും. ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാനും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്. Last time we talked, you had nothing to say. You chose